ഹേ ഗൈസ്, പപ്പയുടെ തെറാപ്പി സെന്ററിൽ പോകുന്ന വഴിക്ക് ഒരുപാട് ഞാവൽപ്പഴം ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഒരു മരത്തിലാണ് കായ്ക്കാറ്, ഇപ്പൊ 2 മരത്തിലും കായ്ച്ചിട്ടുണ്ട്. അതും പറിക്കാൻ അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ പറിക്കാൻ പറ്റുന്നതൊക്കെ പറിച്ചെടുത്തു. പിന്നെ അവര് കൊണ്ടുവന്ന കമ്പൊക്കെ എടുത്ത് പൊട്ടിച്ചു, പിന്നെ എറിഞ്ഞു നോക്കി. അങ്ങനെ അത്യാവശ്യമൊക്കെ കിട്ടി കേട്ടോ. അത് കിട്ടിയപ്പോ രണ്ടുപേരെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അപ്പൊ ഇതാ അത്യാവശ്യം ഞാവൽപ്പഴം പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് മക്കളെയും വെച്ചിട്ട് അധികം പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് പൊട്ടിച്ചിട്ടുണ്ട്. ധൈര്യപ്പെട്ട് കഴിക്കല്ലേ, നിലത്ത് വീണ് കിടക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ കൊത്തിയതാണോന്നൊന്നും. അപ്പോൾ അടിപൊളിയാണ്. ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ കേട്ടോ. കഴുകണം. വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഇത്ര സന്തോഷത്തിൽ കഴിക്കില്ല കേട്ടോ. ഇത് അപ്പം തന്നെ കഴുകി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനെ കഴുകി കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ചെറുപ്പത്തിൽ ഞാവൽപ്പഴമൊക്കെ ഞാൻ പറക്കി കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ എറിഞ്ഞു പൊട്ടിച്ചൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും അവർക്ക് വേണ്ടി അതും സാധിച്ചു കൊടുത്തു. അടിപൊളി വൈബാണ് കേട്ടോ. നല്ല പുളിപ്പുണ്ട്. ഓ, ഞാവൽപ്പഴം ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണേ. ബൈ.